എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയോദ്യാനങ്ങളെക്കുറിച്ചും സംരക്ഷിത പ്രദേശങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള ഏതാനും ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങളുമാണ്. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ നൈനിറ്റാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. 1936 സ്ഥാപിതമായ ഇത് ആദ്യം ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. പ്രശസ്തനായ വേട്ടക്കാരനും പിന്നീട് പ്രകൃതി സംരക്ഷകനുമായി മാറിയ ജിം കോർബറ്റിൻ്റെ ബഹുമാനാർത്ഥം 1957 ഇതിന് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പേര് നൽകിയത്. പ്രശസ്തനായ വേട്ടക്കാരനും പ്രകൃതി സംരക്ഷകനുമായിരുന്ന ജിം കോർബറ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് 1957 ഇതിന് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന പേര് നൽകിയത്. വംശനാശ ഭീഷണി നേരിടുന്ന ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊജക്റ്റ് ടൈഗർ എന്ന സംരംഭത്തിന് കീഴിൽ വന്ന ആദ്യത്തെ ദേശീയോദ്യാനം ആണിത്. പ്രൊജക്റ്റ് ടൈഗർ എന്ന സംരംഭത്തിന് കീഴിൽ വന്ന ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. നീലഗിരി താർ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇതിനെ 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 1975 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇരവികുളം രാജമലയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ഇതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇരവികുളം ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ഈ ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെയും നീലഗിരി കുന്നുകളുടെയും ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റ് ആണ്. മറ്റ് വനപ്രദേശങ്ങളിൽ സാധാരണയായി കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദം ഈ കാട്ടിൽ താരതമ്യേന കുറവായതിനാലാണ് അദ്ദേഹം ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന് വിളിച്ചത്. കൂടാതെ ഈ പ്രദേശം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് സൈരന്ധ്രി വനം എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നു. പ്രാദേശികമായി മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം സൈരന്ധ്രി വനം എന്നും അറിയപ്പെടുന്നു. 1984 ഇന്ത്യ ഗവൺമെൻറ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1984 ഇന്ത്യ ഗവൺമെൻറ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1985 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. 1985 സൈലന്റ് വാലിയെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് ചുറ്റുമുള്ള 148 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് ചുറ്റുമുള്ള 148 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന
പ്രധാന നദി കുന്തിപ്പുഴയാണ്. പ്രധാന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പ്രധാന നദി കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന മറ്റൊരു പ്രധാന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റൊരു പ്രധാന നദി തൂതപ്പുഴ. ഇത് കുന്തിപ്പുഴയുടെ കൈവഴിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് 2009 സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഇന്ത്യൻ തപാൽ വകുപ്പ് 2009 ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇടുക്കി ജില്ലയിലെ ആനമുടിച്ചോല ദേശീയോദ്യാനമായ വർഷം ഏതാണ്? 2003. 2003 ഇടുക്കി ജില്ലയിലെ ആനമുടിച്ചോല ദേശീയോദ്യാനമായ വർഷം. കേരളത്തിലെ വലിപ്പം കുറഞ്ഞ ദേശീയോദ്യാനങ്ങളിൽ ഒന്നായ ഇതിൻ്റെ വിസ്തീർണം ഏകദേശം 7.5 ചതുരശ്ര കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ആനമല ഉപമേഖലയുടെ ഭാഗമായ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പരിഗണിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ ആനമുടിച്ചോല ദേശീയോദ്യാനമായ വർഷം 2003. ഇടുക്കി ജില്ലയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായ വർഷം 2003. 2003 ഇടുക്കി ജില്ലയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായത്. തനതായ ചോലവനങ്ങളും ആനത്താരയും സംരക്ഷിക്കുക എന്നതായിരുന്നു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം. 1897 തിരുവിതാംകൂർ സർക്കാർ ഈ പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചിരുന്നു. 1897 തിരുവിതാംകൂർ സർക്കാർ ഈ പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായ വർഷം 2003. ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല ദേശീയോദ്യാനമായ വർഷം 2003. 2003 തന്നെയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല ദേശീയോദ്യാനമായത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. തനതായ ചോലക്കാടുകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. മൂന്നാർ വന്യജീവി ഡിവിഷന്റെ ഭാഗമായ ഇത് മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനം, ആനമുടിച്ചോല ദേശീയോദ്യാനം, മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, പാമ്പാടും ചോല ദേശീയോദ്യാനം എന്നിവയാണ് ഈ 4 ദേശീയോദ്യാനങ്ങൾ. ഇടുക്കി ജില്ലയിലെ 5ാമത്തെ ദേശീയോദ്യാനമായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാമത്തേതായ പെരിയാർ ദേശീയോദ്യാനം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കടുവാ സങ്കേതങ്ങളിൽ ഒന്നായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? പെരിയാർ ദേശീയോദ്യാനം. പെരിയാർ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കടുവാ സങ്കേതങ്ങളിൽ ഒന്നായ കേരളത്തിലെ ദേശീയോദ്യാനം. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ ദേശീയോദ്യാനം വ്യാപിച്ചു കിടക്കുന്നത്. 1934 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ വനമേഖലയെ ഒരു ഗെയിം റിസർവായി പ്രഖ്യാപിച്ചത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു ഇതിൻ്റെ പേര്. 1934 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ വനമേഖലയെ ഒരു ഗെയിം റിസർവായി, നെല്ലിക്കാംപെട്ടി ഗെയിം റിസർവായി പ്രഖ്യാപിച്ചത്. 1950 ഇതിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1950 പെരിയാർ ദേശീയോദ്യാനത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 1978 പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി പെരിയാർ കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1978 പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി പെരിയാർ ദേശീയോദ്യാനത്തെ പെരിയാർ കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചത്. 1982 ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെ ദേശീയോദ്യാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതിൻ്റെ ഫലമായി രൂപം കൊണ്ട പെരിയാർ തടാകം ഈ ദേശീയോദ്യാനത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1950 ഇതിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി
പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു. 1982 ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെ ദേശീയോദ്യാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതിൻ്റെ ഫലമായി രൂപം കൊണ്ട പെരിയാർ തടാകം ഈ ദേശീയോദ്യാനത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം. 1983 ഔദ്യോഗികമായി നിലവിൽ വന്ന ഈ പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കുട്ടമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഒരു പക്ഷി സങ്കേതമാക്കാൻ ശുപാർശ ചെയ്തു. അതിനാൽ ഈ സങ്കേതം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലുതും ജൈവ വൈവിധ്യം നിറഞ്ഞതുമായ പക്ഷി സങ്കേതങ്ങളിൽ ഒന്നാണിത്. 300-ലധികം ഇനം പക്ഷികൾ ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 1983 ഔദ്യോഗികമായി നിലവിൽ വന്നു. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കുട്ടമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും ഈ പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപം ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപം ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപൂർവ ഇനം പക്ഷികളുടെയും വന്യജീവികളുടെയും ആവാസ കേന്ദ്രമാണിത്. വനത്തിലൂടെയുള്ള ട്രക്കിങ്ങിലൂടെ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപം ബ്രഹ്മഗിരി കുന്നുകളിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. 2004 നിലവിൽ വന്ന മംഗളവനം പക്ഷി സങ്കേതം സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഈ പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതിക്ക് സമീപമാണ് നിലകൊള്ളുന്നത്. നഗരത്തിരക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ പ്രദേശം ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. വലിയ പഴം തീനി വവ്വാലുകളും അപൂർവ ഇനം കടവാവലുകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. 2004 നിലവിൽ വന്നു. സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം പക്ഷി സങ്കേതം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നും ഇത് അറിയപ്പെടുന്നു. എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതിക്ക് സമീപം. വലിയ പഴന്തീനി വവ്വാലുകളും അപൂർവ ഇനം കടവാവലുകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമായ കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? ചൂലന്നൂർ മയിൽ സങ്കേതം. ചൂലന്നൂർ മയിൽ സങ്കേതമാണ് മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമായ കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. 2007 പ്രഖ്യാപിക്കപ്പെട്ട ഈ മയിൽ സങ്കേതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൂലന്നൂർ മയിൽ സങ്കേതം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ 2007 പ്രഖ്യാപിക്കപ്പെട്ടത് മയിൽ സങ്കേതമായി. പ്രാദേശികമായി ഇത് മയിലാടും പാറ എന്നാണ് അറിയപ്പെടുന്നത്. ചൂലന്നൂർ മയിൽ സങ്കേതം പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് മയിലാടും പാറ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചതാണ് ഈ സങ്കേതം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ എന്നും അറിയപ്പെടുന്ന KK നീലകണ്ഠൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സങ്കേതം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം 2008 ഈ സങ്കേതത്തിന് KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സങ്കേതം എന്ന് പേര് നൽകി. മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമായ കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം.
മയിൽ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2007 പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശികമായി അറിയപ്പെടുന്നത് മയിലാടും പാറ എന്നാണ്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ ഇന്ദുചൂടൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സങ്കേതം സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം 2008 ഈ സങ്കേതത്തിന് KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സങ്കേതം എന്ന് പേര് നൽകി. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലെ കുമരകത്ത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിൻ്റെ തീരത്ത് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും ഇതറിയപ്പെടുന്നു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലെ കുമരകത്ത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും ഇതറിയപ്പെടുന്നു. 1847 ബ്രിട്ടീഷ് പ്ലാന്ററായിരുന്ന ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് ഈ പ്രദേശം ഒരു റബ്ബർ തോട്ടമായി വികസിപ്പിച്ചത്. അദ്ദേഹം ഇവിടെയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും പിന്നീട് അതൊരു പക്ഷി സങ്കേതമായി മാറുകയും ചെയ്തു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലെ കുമരകത്ത് വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. 1847 ബ്രിട്ടീഷ് പ്ലാന്ററായിരുന്ന ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് ഈ പ്രദേശം ഒരു റബ്ബർ തോട്ടമായി വികസിപ്പിച്ചത്. അദ്ദേഹം തന്നെയാണ് തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും പിന്നീട് അതൊരു പക്ഷി സങ്കേതമായി മാറുകയും ചെയ്തത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതം. കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടിപ്പുഴ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടിപ്പുഴ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ സൈബീരിയ, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് 60-ലധികം ഇനം ദേശാടന പക്ഷികൾ ഇവിടെ എത്താറുണ്ട്. 2007 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവായി കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടിപ്പുഴ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2007 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യത്തെ നദീതീര കമ്മ്യൂണിറ്റി റിസർവ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ നദീതീര കമ്മ്യൂണിറ്റി റിസർവ്, ഇന്ത്യാസ് ഫസ്റ്റ് റിവർ ഫ്രണ്ട് കമ്മ്യൂണിറ്റി റിസർവ് എന്ന പ്രത്യേകതയും കടലുണ്ടി പക്ഷി സങ്കേതത്തിനുണ്ട്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിൽ പ്രാദേശിക സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകളുടെ പ്രധാന ലക്ഷ്യം. വനം വകുപ്പും പ്രാദേശിക പഞ്ചായത്തുകളും ചേർന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിൽ ആദ്യത്തെ നദീതീര കമ്മ്യൂണിറ്റി റിസർവ് എന്ന പ്രത്യേകതയും അർഹിക്കുന്നുണ്ട്. വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിൽ പ്രാദേശിക സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകളുടെ പ്രധാന ലക്ഷ്യം. വനം വകുപ്പും പ്രാദേശിക പഞ്ചായത്തുകളും ചേർന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 11 ദേശീയോദ്യാനങ്ങളാണ് മധ്യപ്രദേശിലുള്ളത്. മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ബാന്ധവ്ഗഡ്, കൻഹ, കുനോ, പന്ന, പെഞ്ച്, സത്പുര എന്നിവ ഇവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. മധ്യപ്രദേശിലാകെ 11 ദേശീയോദ്യാനങ്ങളാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് മധ്യപ്രദേശിലാണ്. ബാന്ധവ്ഗഡ്, കൻഹ, കുനോ, പന്ന, പെഞ്ച്, സത്പുര എന്നിവ ഇവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങളിൽ ചിലതാണ്. കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് മധ്യപ്രദേശിൽ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. 9 ദേശീയോദ്യാനങ്ങളാണ് ആൻഡമാൻ നിക്കോബാറിൽ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് ദേശീയോദ്യാനം. ഹെമിസ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിൽ. നേരത്തെ ജമ്മു കശ്മീരിൻ്റെ ഭാഗമായിരുന്നു. ഹിമപ്പുലികളുടെ സ്നോ ലെപ്പേർഡ്സിൻ്റെ
ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ആണിത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമപ്പുലികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയോദ്യാനം ഏതാണ്? ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക്. മറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയോദ്യാനം. ഇത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ ജാംനഗർ ജില്ലയുടെ തീരത്തുള്ള കച്ച് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. 1982 ഇത് ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1980 ഈ പ്രദേശം ഒരു മറൈൻ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിരുന്നു. ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയോദ്യാനം. ഗുജറാത്ത് സംസ്ഥാനത്തിലെ ജാംനഗർ ജില്ലയുടെ തീരത്തുള്ള കച്ച് ഉൾക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1982 ഇതൊരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1980 ഈ പ്രദേശം ഒരു മറൈൻ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിരുന്നു. പവിഴപ്പുറ്റുകൾ, കണ്ടൽക്കാടുകൾ, വിവിധ തരം കടൽ ജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയാണ് ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് കാസിരംഗ ദേശീയോദ്യാനം. കാസിരംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. അസം സംസ്ഥാനത്തിലാണ് ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും കാണപ്പെടുന്നത് കാസിരംഗയിലാണ്. ഈ ഇനത്തിൽപ്പെട്ട കാണ്ടാമൃഗങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് കാസിരംഗ ദേശീയോദ്യാനം. കാസിരംഗ ദേശീയോദ്യാനം യുനെസ്കോയുടെ ഒരു ലോക പൈതൃക കേന്ദ്രമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് കാസിരംഗ ദേശീയോദ്യാനം. അസമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും കാണപ്പെടുന്നത് കാസിരംഗയിലാണ്. ഇത് യുനെസ്കോയുടെ ഒരു ലോക പൈതൃക കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ബംഗാൾ കടുവകൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏതാണ്? സുന്ദർബൻസ് ദേശീയോദ്യാനം. ബംഗാൾ കടുവകൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘന നദികളുടെ ഡെൽറ്റ പ്രദേശമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖലയാണ് സുന്ദർബൻസ്. ഇവിടുത്തെ റോയൽ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്ന കടുവകൾക്ക് അവയുടെ തനതായ ആവാസ വ്യവസ്ഥ കാരണം പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതൊരു യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണ്. ബംഗാൾ കടുവകൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘന നദികളുടെ ഡെൽറ്റ പ്രദേശമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖല. റോയൽ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്ന കടുവകൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രവുമാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം. ഏഷ്യൻ സിംഹങ്ങൾക്ക് മാത്രമായി ഇന്ത്യയിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഗിർ ദേശീയോദ്യാനം. ഗിർ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ച്വറിയാണ് ഏഷ്യൻ സിംഹങ്ങൾക്ക് മാത്രമായി ഇന്ത്യയിലുള്ള ദേശീയോദ്യാനം. ഗുജറാത്ത് സംസ്ഥാനത്തിലെ ജൂനാഗഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗിർ ദേശീയോദ്യാനം. ലോകത്ത് ഇന്ന് ഏഷ്യൻ സിംഹങ്ങൾ സ്വാഭാവികമായി ജീവിക്കുന്ന ഒരേയൊരു സ്ഥലമാണ് ഗിർ ദേശീയോദ്യാനം. ഏഷ്യൻ സിംഹങ്ങൾക്ക് മാത്രമായി ഇന്ത്യയിലുള്ള ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലെ ജൂനാഗഡ് ജില്ലയിലാണ്. ലോകത്ത് ഇന്ന് ഏഷ്യൻ സിംഹങ്ങൾ സ്വാഭാവികമായി ജീവിക്കുന്ന ഒരേയൊരു സ്ഥലമാണ് ഗിർ ദേശീയോദ്യാനം. പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ദേശീയോദ്യാനം കിയോലാഡിയോ ദേശീയോദ്യാനം. കിയോലാഡിയോ ദേശീയോദ്യാനമാണ് പക്ഷികളുടെ പറുദീസ, ബേർഡ് പാരഡൈസ് എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ദേശീയോദ്യാനം. ഇത് മുൻപ് ഭരത്പൂർ പക്ഷി സങ്കേതം, കിയോലാഡിയോ ദേശീയോദ്യാനം മുൻപ് ഭരത്പൂർ പക്ഷി സങ്കേതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദേശാടന പക്ഷികളുടെ പ്രധാന താവളങ്ങളിലൊന്നായ ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ദേശീയോദ്യാനമാണ് കിയോലാഡിയോ ദേശീയോദ്യാനം. മുൻപ് അറിയപ്പെട്ടിരുന്നത് ഭരത്പൂർ പക്ഷി സങ്കേതം എന്നാണ്. യുനെസ്കോയുടെ
ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജസ്ഥാനിലെ ദേശീയോദ്യാനമാണ് കിയോലാഡിയോ ദേശീയോദ്യാനം. കാശ്മീരി സ്റ്റാഗ് അഥവാ ഹാങ്കുൾ മാനുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ദച്ചിഗാം ദേശീയോദ്യാനം. ദച്ചിഗാം ദേശീയോദ്യാനമാണ് കാശ്മീരി സ്റ്റാഗ് അഥവാ ഹാങ്കുൾ മാനുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹാങ്കുൾ മാനുകളുടെ ലോകത്തിലെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് ദച്ചിഗാം ദേശീയോദ്യാനം. കാശ്മീരി സ്റ്റാഗ് അഥവാ ഹാങ്കുൾ മാനുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ദച്ചിഗാം ദേശീയോദ്യാനം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹാങ്കുൾ മാനുകളുടെ ലോകത്തിലെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് ദച്ചിഗാം ദേശീയോദ്യാനം. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം ഏതാണ്? കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം. കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനമാണ് ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം. ഇത് ഇന്ത്യയിലെ മണിപ്പൂർ സംസ്ഥാനത്തിലെ ബിഷ്ണുപൂർ ജില്ലയിൽ ലോക്തക് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക്തക് തടാകത്തിൽ ഈ ദേശീയോദ്യാനം തടാകത്തിൽ ഒഴുകി നടക്കുന്ന സസ്യങ്ങളും മണ്ണും ജൈവവസ്തുക്കളും ചേർന്നുള്ള ഫുംഡിസ് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ ചെറുദ്വീപുകളാൽ സവിശേഷമാണ്. ഫുംഡിസ് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ ചെറുദ്വീപുകൾ കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനത്തിൻ്റെ സവിശേഷതയാണ്. സാങ്കായ് മാനുകളുടെ അവസാനത്തെ സ്വാഭാവിക ആവാസ കേന്ദ്രമാണത്. സാങ്കായ് മാനുകളുടെ അവസാനത്തെ സ്വാഭാവിക ആവാസ കേന്ദ്രവുമാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം. ഇന്ത്യയിലെ മണിപ്പൂർ സംസ്ഥാനത്തിലെ ബിഷ്ണുപൂർ ജില്ലയിൽ ലോക്തക് തടാകത്തിലാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം. സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ഐലൻഡ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.